കിടിലൻ ഓഫറാണ് അല്ലെ? ഇതുവരെ ഒരു ഷോറൂം കൊടുക്കാത്ത ഓഫർ. ഇതുവരെ ഒരു ഷോറൂമിൽ മറ്റാരും കൊടുക്കാത്ത ഓഫറാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ലോ കിലോമീറ്റർ റൺ ചെയ്ത വണ്ടി. എന്ത് വില വെറും 5000. ഓണം ഓഫറിൽ 5000 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നതാണ്. ഇതും 5 to 10 ഇടയിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഇവിടെ ഒരു വണ്ടി ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അതേ സാധനം സൂപ്പർ മെറ്റ്യൂർ. 3000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അപ്പൊ ഇത് വെക്കേഷനോടനുബന്ധിച്ച് ഒരു കിടലൻ ഓഫറാണ്. വേറെ എവിടെ ഇങ്ങനത്തെ ഓഫേഴ്സ് ഇല്ല. ഈ റേറ്റിനൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും വില കുറച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഇറക്കാൻ. അപ്പൊ 10 രൂപയ്ക്ക് ഈ വണ്ടി, 5 രൂപയ്ക്ക് സ്കൂട്ടർ, 10 രൂപയ്ക്ക് V3, പിന്നെ ഡോമിനോർ, 15 രൂപ ഡോമിനോർ, നമുക്കൊരു 10 രൂപ 10 രൂപ മതി. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ പിന്നെ സ്കൂട്ടേഴ്സിന്റെ വമ്പൻ കളക്ഷൻസ്. ഇതെല്ലാം നമുക്ക് 5 to 10 റേഞ്ച് പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും. റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ്. P150 2022 വണ്ടി. ഷോർട്ട് ഗൺ 2024, 2000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. എവിടെയും കിട്ടില്ല കേരളത്തിലാണ്. ഗ്യാരണ്ടി കേരളത്തിൽ എവിടെയും കിട്ടില്ല. 2023 സിംഗിൾ ഓണർ. അപ്പൊ കേരളത്തിൽ എവിടെയും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 3000 കിലോമീറ്റർ. അപ്പൊ കിടില വണ്ടിയാണ്. പുതിയ എടുക്കേണ്ട വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും കൊടുക്കുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പൊ D7 മോട്ടോ ഹബിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഓണം സ്പെഷ്യൽ വീഡിയോ. ഓണം സ്പെഷ്യൽ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ ഷോറൂമിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ അമ്മ റെസ്പോൺസ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എല്ലാം പോയാ, വണ്ടിയെല്ലാം പോയാ? അത്യാവശ്യം നമുക്ക് കളക്ഷൻസ് ഒക്കെ റീലോഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നമ്മുടെ തൃക്കാക്കര അമ്പലത്തിന് തൊട്ടടുത്ത്. അപ്പൊ ഓണം വരുമ്പോ പ്രത്യേകം തൃക്കാക്കര അമ്പലത്തെ കുറിച്ച് പറയണ്ടല്ലോ. ഒന്നും പറയണ്ട. ലൊക്കേഷൻ ഇട്ട് ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ അടുത്ത ആഴ്ച മുതൽ ഓണം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഓണം ഓഫേഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ഇടക്ക് പറയുന്നതായിരിക്കും. കിടിലൻ ഓഫറാണ് അല്ലെ? ഇതുവരെ ഒരു ഷോറൂം കൊടുക്കാത്ത ഓഫർ. ഇതുവരെ ഒരു ഷോറൂമിൽ മറ്റാരും കൊടുക്കാത്ത ഓഫറാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ എന്റെ ഒപ്പം ഉള്ളതും അജാസ് ആണ്. ഞാനും അജാസ് ആണ്. രണ്ടുപേരും കൊണ്ട് ചേർന്ന് ചെയ്യാണ്. വെൽക്കം ടു ദ വീഡിയോ. ബാക്കി ഫിനാൻസും ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സ്കൂട്ടേഴ്സും കാര്യങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. ബാക്കി വണ്ടി എല്ലാം അകത്തുണ്ട് കേട്ടോ. ആദ്യം ഒരു എൻറ്റോർക്ക്. ഇതേതാ മോഡല്? 2022 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ലോ കിലോമീറ്റർ റൺ ചെയ്ത വണ്ടി. എന്ത് വില വരും? അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് നമ്മുടെ വില അങ്ങോട്ട് പറ. 73 ഫൈനൽ ചെയ്തു. 73,000 രൂപയാണ്. പ്രൈസ് എഡിഷൻ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം 10-15 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 5 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. വെറും 5000. ഓണം ഓഫറിൽ 5000 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. അവനിസ് 2023 വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 75 റുപ്പീസ്. എത്ര ഓടിയിട്ടുണ്ടാവും നോക്കണോ? നമുക്ക് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ആണ്. അടുത്ത ജൂപ്പിറ്റർ 2019 ക്ലാസിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ ഏകദേശം 24,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 50 രൂപ കൊടുക്കാം. 50,000 കൊടുക്കാം. സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നതാണ്. ഇതും 5 to 10 ഇടയിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണെന്ന് വിചാരിക്കുന്നു. ഓണർഷിപ്പ് സിംഗിൾ. എല്ലാ സ്കൂട്ടേഴ്സും നമുക്ക് 5000 ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഈ ഇരിക്കുന്ന സ്കൂട്ടേഴ്സ് മാത്രമല്ല, അകത്തിരിക്കുന്ന സ്കൂട്ടേഴ്സ് നമുക്ക് 5000 അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗൺ പേയ്മെന്റ് എടുത്ത് പറയുന്നില്ല. 5000 രൂപ ഇറക്കാം. അടുത്ത വണ്ടി ഇതേതാ വണ്ടി? സ്പെഷ്യൽ വണ്ടിയാന്നുള്ളത്. അത് റീസ്റ്റിക്കർ ചെയ്താണ്. അത്യാവശ്യം അടിപൊളിയാക്കി ഒന്ന് റീവർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ഇതിന്റെ മോഡല് നമുക്ക് 2022 വണ്ടിയാണ്. മോഡലാണ്. 26,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് ഏകദേശം ഒരു 73 രൂപ ഫൈനൽ ചെയ്തു. 73,000 ഫൈനൽ റേറ്റ് വരുന്നത്. അടുത്തത് ആക്റ്റീവ് ഇരിക്കുന്ന ലിമിറ്റഡ് 2019 ലിമിറ്റഡ് ഓണർഷിപ്പ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 52 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കും. 52 രൂപ കൊടുക്കാം. അടുത്ത ബാക്കിൽ മാസ്ട്രോ 2018 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്കൊരു 32 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2 പുത്തൻ ടയറും ഇട്ടിട്ടുണ്ട്. ബാറ്ററിയും കിടപ്പുണ്ട്. അത് റൈസർ R 125 2024 വണ്ടി. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. ഇതും ഏകദേശം ഒരു 5 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്ത വീണ്ടും മാസ്ട്രോ 2022 വണ്ടി. സിംഗിൾ ഓണർഷിപ്പില് ലോ കിലോമീറ്റർ റൺ ചെയ്ത വണ്ടി. 16,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്കൊരു 55 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കും. 55,000. അത് റൈസർ R 2022 വണ്ടി. നമുക്ക് ഏകദേശം ഒരു 73 ഫൈനൽ ചെയ്ത് കൊടുക്കും. 73,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? എല്ലാ സിംഗിൾ ഓണർഷിപ്പ്. അടുത്ത ഫാസിനോ പുതിയതാണോ? ഫാസിനോ 2022 വണ്ടിയാണ്. 22 മോഡല്. 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് ഏകദേശം ഒരു 73K കൊടുക്കാൻ പറ്റും. അടുത്തത് ഇവിടെ ഒരു വണ്ടി ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അതേ സാധനം സൂപ്പർ മെറ്റ്യൂർ. 3000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 3000 കിലോമീറ്റർ മാത്രം. അതെ, ഓടിയിട്ടില്ല വണ്ടി. ഷോറൂം കണ്ടീഷൻ വണ്ടി. നമ്മുടെ വില എന്താ? നമുക്കൊരു 375 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 375 ഫൈനൽ വരുന്നത്. ഫൈനൽ റേറ്റ് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഒരു മാക്സിമം കുറച്ച് കൊടുക്കണ്ടേ? ഡിസ്കൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അകത്തേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് മാറിയിട്ടുണ്ടല്ലേ? പുതിയ കളക്ഷൻസ് ഒരുപാട് റീലോഡ് ആയിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ഓഫർ നമുക്കത് പറഞ്ഞേക്കാം. ഇനിയിപ്പോ ആരും ആകാംക്ഷയോടെ ഇരിക്കണ്ട. നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് എന്താണ്, പറഞ്ഞോളൂ. നമുക്ക് അതായത് നമ്മ ഒരു നറുക്കെടുപ്പ്, അതായത് ഓണത്തോടനുബന്ധിച്ച് നമ്മ ഈ വന്ന സെപ്റ്റംബർ 1 മുതൽ 31 വരെ അല്ലെങ്കിൽ 30 വരെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് ഡേറ്റ് എന്ന് കൊടുക്കണം. ഒരു മാസം, അതായത് സെപ്റ്റംബർ കംപ്ലീറ്റ്ലി, സെപ്റ്റംബർ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ നറുക്കെടുക്കുന്നത്. നറുക്കെടുക്കുന്ന ഫസ്റ്റ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലി പാക്കേജ് ആണ്. 2 പേർക്ക് പോയി വരാൻ പറ്റുന്ന മണാലി ടൂർ പാക്കേജ്. ട്രിപ്പ് ഫസ്റ്റ് പ്രൈസ് മണാലി പാക്കേജ് 2 നൈറ്റും 3 ഡേയും. എത്ര പേർക്ക്? 2 പേർക്കുള്ള പാക്കേജ്. അതായത് വണ്ടി എടുക്കുന്നവരിന് മാത്രമല്ല, കൂട്ടുകാരന് പോവാം, കൂട്ടുകാരിക്ക് പോവാം, ഫാമിലിക്ക് പോവാം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പോവാം, എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു പാക്കേജ്. 2 പേർക്ക് പോവാം. അതെ. രണ്ടാമത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗോവ പാക്കേജ്, അതും 2 പേർക്ക് പോകാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമുക്ക് റീലും കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം, ഈ കാലയളവിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണ നറുക്കെടുക്കുന്ന ആൾക്കാർക്ക്, അതായത് പേരും ഡീറ്റെയിൽ എഴുതിയിട്ട് നറുക്കെടുക്കും. നമ്മൾ ആ ഒരു 30 ദിവസത്തിനുള്ളിൽ പർച്ചേസ്, ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് പോകുന്നവരെ നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്തെടുത്തിട്ട് ലക്കി ഡ്രോയിൽ എടുക്കുന്ന ആൾക്ക് നമുക്ക് ഫസ്റ്റ് പ്രൈസ് മണാലിയും സെക്കൻഡ് പ്രൈസ് നമുക്ക് ഗോവ ആക്കിയിട്ട് കൊടുക്കാം. യെസ്. അപ്പൊ ഇത് വെക്കേഷനോടനുബന്ധിച്ച് ഒരു കിടലൻ ഓഫറാണ്. വേറെ എവിടെ ഇങ്ങനത്തെ ഓഫേഴ്സ് ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കിക്കോളൂ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കിടക്കുമ്പോൾ ഡോമിനോർ. ഇതേതാ മോഡല്? ഡോമിനോർ അത് വരുമ്പോഴത്തേക്ക് 2021 വണ്ടി, 400 ആണ്, 33,000 കിലോമീറ്റർ. 33,000 കിലോമീറ്റർ നമുക്ക് ഏകദേശം ഒരു 138 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,38,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര വരും? നമുക്കൊരു 15 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ്, 15 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഡോമിനോർ ഇറക്കി കൊടുക്കാം. ഈ റേറ്റിനൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും തീർച്ചയായിട്ടും. വില കുറച്ചുകൊണ്ടായിരിക്കും നമുക്ക്. അതെ. റേറ്റ് നമ്മൾ വണ്ടിയുടെ റേറ്റ് കുറച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇറക്കി കൊടുക്കാം. അടുത്ത വീണ്ടും ഡോമിനോർ 400 23 മോഡൽ, 2023 മോഡൽ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 17,000 കിലോമീറ്റർ മാത്രം കൂടി വണ്ടി. നമുക്ക് ഏകദേശം 195 ആണ് നമ്മുടെ മാർക്കറ്റ് റേറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 188 ഫൈനൽ ചെയ്ത് കൊടുത്തേക്കാം. 1,88,000 രൂപയാണ്. ഏകദേശം ഒരു 20 താഴെ ഡൗൺ പേയ്മെന്റ്. അടുത്തത് V3 2020 വണ്ടി, ഏകദേശം 30,000 കിലോമീറ്റർ ഓടി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2 പുതിയ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് 1,10 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,10 ഫൈനൽ ചെയ്യാൻ പറ്റും. ഇതും ഏകദേശം ഒരു 20 ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റും. വേണ്ട 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി 10 മതി. ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞോളൂ. 10 രൂപ കൊടുക്കും. 10 രൂപ ഈ വണ്ടി. അതെ. 5 രൂപ സ്കൂട്ടർ, 10 രൂപ V3, പിന്നെ ഡോമിനോർ 15 രൂപ ഡോമിനോർ. ഇത് 500 ആണോ? 500 അല്ല, 350 സിഗ്നൽസ് ആണ്. 2019 സിംഗിൾ ഓണർ വണ്ടി, ഏകദേശം 10,500 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി. നല്ല നമ്പറാണ്. 1313 ഫാൻസി നമ്പറാണ്. വില എത്രയായിരുന്നു? നമുക്ക് ഏകദേശം ഒരു 1,30 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,30,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 10,500 ഓടിയിട്ടുള്ളൂ. 10,500 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതെ, 10,500 ഓടിയിട്ടുള്ളൂ. ഓക്കെ. അടുത്തത് വീണ്ടും നമുക്ക് 2016 ക്ലാസിക് ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ, 29,000 കിലോമീറ്റർ. അത്യാവശ്യം ഹൈ ക്വാളിറ്റിയിൽ വന്ന വണ്ടി. നമുക്ക് ഏകദേശം ഒരു 90,000 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 6776 നമ്പർ. അതെ, അത് നല്ലൊരു നമ്പറാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്ത ഓഫർ എന്തായിരുന്നു? ഫുൾ ടാങ്ക് പെട്രോൾ കൊടുത്തായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും. പിന്നെ ഒരു 10,000 രൂപ വണ്ടി ഉണ്ടായിരുന്നു. അത് ആദ്യമേ പോയി. അന്ന് തന്നെ ടോക്കണായി. അതോട്ടെ. അടുത്ത വണ്ടി വീണ്ടും. അടുത്ത വണ്ടി നമുക്ക് 500 ക്ലാസിക് ആണ്. 500 2018 മോഡലാണ്. 26 ആണോ കിലോമീറ്റർ? ഇതിന്റെ 26 ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. നമ്മുടെ വില എത്ര വരുന്ന? നമുക്ക് ഏകദേശം ഒരു 1 ലാഖിന് കൊടുക്കാം. 1 ലാഖിന് കൊടുക്കാം. 1,00,000 രൂപ. 1,00,000 രൂപക്ക് 500 ഇരിക്കുന്നുണ്ട്. അടുത്ത വണ്ടി ക്ലാസിക് 2020 സ്റ്റാൻഡേർഡ് ആണ്. സോറി, സ്റ്റാൻഡേർഡ്. ഇത് നമുക്കൊരു 1,15,000 കൊടുക്കാം. 1,15,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ആണ്. ഇതിൽ എത്ര ഡൗൺ പേയ്മെന്റ് വരും? നമുക്കൊരു 10 രൂപ കൊടുക്കും. 10 രൂപ മതി. അടുത്തത് V2 അല്ലേ? അതെ. V2 ഉണ്ടോ എന്ന് വെച്ചാൽ ആരൊക്കെയോ കമന്റ് ഇടുന്നുണ്ട്. അവർക്കുള്ള V2 ആണത്. ഏതാ മോഡല്? നമുക്ക് 2013 വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 55 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. വെറും 55,000 രൂപ. വെറും 55,000 രൂപ. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 55 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. അടുത്ത V4 വരുമ്പോഴത്തേക്ക് നമുക്ക് 2022 സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്കൊരു 1,35 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,35 ഫൈനൽ ചെയ്യാം. ഇതും ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? നമുക്കൊരു 10-15 രൂപ. 10-15 ഡൗൺ പേയ്മെന്റ്. മാക്സിമം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഓണം പ്രമാണിച്ച് എല്ലാ വണ്ടികളും നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് ഡ്യൂക്ക് ഏതാ? ഡ്യൂക്ക് 250 ആണ്. സിംഗിൾ ഓണർഷിപ്പ് 2023 മോഡല്. 24,000 കിലോമീറ്റർ. നമുക്ക് ഏകദേശം ഒരു 1,88 ഫൈനൽ ചെയ്ത് കൊടുക്കും. 1,88.
188 എന്ന് പറയുമ്പോൾ 40 രൂപ ഏകദേശം 30 രൂപ വരൂലേ ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 20 രൂപ 25 രൂപ ഗ്യാപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ എല്ലാം ഡൗൺ പേയ്മെന്റ് കുറവാണ്. ഓണം ഉപേക്ഷിച്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറവാണ് എല്ലായിടത്തും. പുതിയ വണ്ടിക്ക് ഡൗൺ പേയ്മെന്റ് പറയുമ്പോൾ നമ്മളോട് കുറച്ച്. അതെ, നമ്മളും കുറച്ച്. അടുത്തത് ഇപ്പൊ 2018 ഇൻട്രൂഡർ നമുക്ക് ഏകദേശം ഒരു 40 രൂപ കൊടുക്കാം. 40,000 രൂപക്ക് ഒരു അമേരിക്കൻ വണ്ടി അല്ലെ? അമേരിക്കൻ സ്റ്റൈൽ വണ്ടി. അടുത്തത് MT ഇരിക്കുന്നുണ്ട്, ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടി. തീർച്ചയായിട്ടും. ഏതാ മോഡല്? 2021 വണ്ടിയാണ്. നമുക്ക് ഒരു 1.25 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1.25 വരുന്നുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. 20 മോഡല് 2021 1.25 എന്ന് പറയുമ്പോൾ 15 ഏകദേശം 10-15 രൂപ കുറവാണ് മാർക്കറ്റ് റേറ്റിന്. അതല്ല ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാൻ പറ്റും, കുറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ പിന്നെ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ഇതെല്ലാം നമുക്ക് 5-10 റേഞ്ച് പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റുന്നതാണ്. നമ്മുടെ ഫിനാൻസിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ പറഞ്ഞില്ല, ആധാർ കാർഡ്, പാൻ കാർഡ്, 2 റഫറൻസ് നമ്പർ, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഫോട്ടോ ഒക്കെ പോയി ഇത്രയും കാര്യങ്ങളുള്ളൂ. അടുത്ത നമുക്ക് ആദ്യം എൻറ്റോർക്കിലേക്ക് കിടക്കാം. 2023 സൂപ്പർ സ്കോഡ് എഡിഷൻ നമുക്ക് ഏകദേശം ഒരു 85K ലാസ്റ്റ് ഫൈനൽ ചെയ്തു. 85,000 രൂപ. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? അത്യാവശ്യം ഹൈ ക്വാളിറ്റി ആണ്, കുഴപ്പമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളെ ഇടിച്ച ആക്സിഡന്റ് ഒന്നും ഏകദേശം 7 സ്റ്റെപ്പ് ക്വാളിറ്റി ചെക്ക് ചെയ്ത വണ്ടികളാണ് ഓൾമോസ്റ്റ് എല്ലാം എടുക്കുന്നത്. അതൊക്കെ എന്തായിരുന്നു 7 സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? 7 സ്റ്റെപ്പ് നമ്മ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യും. വണ്ടിയുടെ ഏകദേശം എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഓയിലുണ്ടാവും, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു. അതായത് നമ്മളിപ്പോ ഒരു വണ്ടി നമ്മൾ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ആ വണ്ടി ഏതൊരു ക്വാളിറ്റിയിൽ യൂസ് ചെയ്താണെന്നുള്ളത്. ഓയിൽ മാറ്റാത്തം പിടിക്കപ്പെടും, സൈലൻസറിലും ഓയിൽ മാറ്റാത്തം പിടിക്കപ്പെടും. തീർച്ചയായിട്ടും പിടിക്കപ്പെടും. അതേപോലെ തന്നെ നമ്മ വണ്ടിയുടെ എന്താണ് ചേസ് ചെക്ക് ചെയ്യും, പിന്നെ ബോഡി പാർട്സ് ചെക്ക് ചെയ്യും, ടയർ കണ്ടീഷൻ, ചെയിൻ സോക്കറ്റ് കാര്യങ്ങൾ നമ്മൾ ഓവറോൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഓണർഷിപ്പ് കാര്യങ്ങൾ, കിലോമീറ്റർ നമുക്ക് ഏകദേശം കിലോമീറ്റർ പറഞ്ഞാൽ നമുക്ക് ബോഡി ക്വാളിറ്റിയിലും ടയറിലും നമുക്ക് അല്ലാണ്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇയർ ഓഫ് ടയർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ എഞ്ചിൻ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കണം. വിശ്വസിച്ച് വണ്ടി എടുക്കാം. ഏപ്രിൽ 150 ഏതാ മോഡൽ? ഏപ്രിൽ 150 2019 സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ ഓടി വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എന്ത് വില കൊടുക്കും? നമുക്ക് ഏകദേശം ഒരു 48 രൂപക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. വെറും 48,000 രൂപയാണ് വണ്ടി ആസ്കിംഗ് പ്രൈസ് വരുന്നത്. എൻഡോർക്ക് ഏതാ മോഡൽ? 2019 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നമുക്ക് ഏകദേശം 40,000 കിലോമീറ്റർ ഓടി വണ്ടി നമുക്ക് ഒരു 48 രൂപ ചെയ്ത് കൊടുക്കാം. 48 രൂപ വരുന്നത്. പുതിയ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. അതെ, സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു. സിംഗിൾ ആണ്. അടുത്തൊരു ഡിയോ ഇരിക്കുന്നുണ്ട്, ഏതാ മോഡൽ? 2021 വണ്ടി, 21 മോഡൽ. നമുക്കൊരു DX അല്ലേ? അതെ, നമുക്കൊരു ഫൈനൽ 60 രൂപ ചെയ്ത് കൊടുക്കാം. 60 രൂപക്ക് ഡിയോ ഇരിക്കുന്നുണ്ട്. ഇതും നമ്മൾ ഡൗൺ പേയ്മെന്റ് പറഞ്ഞ പോലെ 10 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 10 രൂപ ഗ്യാപ്പിലൊക്കെ. അടുത്ത് വീണ്ടും എൻഡോർക്ക് ഇരിക്കുന്നുണ്ട്. 2022 സൂപ്പർ സ്കോഡ് നമുക്കൊരു 75 ചെയ്ത് കൊടുക്കാം. 75,000 rupees only 75,000. only എന്ന് പറയുമ്പോൾ only എന്തെങ്കിലും കുറക്കോ? ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തത് വീണ്ടും ഒരു ഡിയോ ഇരിക്കുന്നുണ്ട്. ഡിയോ വരുമ്പോൾ 2018 വണ്ടി, 18 മോഡൽ. എന്ത് വില വരും? നമുക്ക് ഏകദേശം ഒരു 40 രൂപ ചെയ്ത് കൊടുക്കാം. 40,000 രൂപ. ഇത് എന്തെങ്കിലും പ്രശ്നമാണോ? ഇല്ല, അത് ജസ്റ്റ് ഒരു ക്രാക്കിൽ, അതായത് ടൈലാമ്പ് ഒന്ന് ഫേഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടോണ്ട് ചോദിച്ചോളൂ. വേറെ കുഴപ്പമില്ല. റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ചെയ്യും? തീർച്ചയായിട്ടും. അപ്പൊ ചോദിച്ചോണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല. അടുത്ത ഫാസിനോ ഏതാ മോഡൽ? 2024 വണ്ടി. ടയർ എല്ലാം നമ്മൾ പുതിയത് ഇടൂല്ലേ? എല്ലാം നമ്മൾ പുതിയ ടയർസ് ആണ്. നമ്മൾ ചെയ്ത് കൊടുക്കും. ഫാസിനോ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 85 രൂപ കൊടുക്കാം. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല കളറ് കാര്യങ്ങൾ, അത്യാവശ്യം ലേഡീസിനൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. മൈലേജ് വണ്ടിയാണ്, നല്ല മൈലേജ്, 70 നിയർ ബൈ മൈലേജ് ഒക്കെ കിട്ടുന്നതാണ്. അടുത്തത് 2023 ഡിയോ 23. അതെ. എന്ത് വില വരും? നമുക്കൊരു 73 രൂപ ഫൈനൽ ചെയ്ത് കൊടുത്തത്. 73 രൂപക്ക് നമ്മൾ മിററൊക്കെ വെച്ച് കൊടുക്കും. തീർച്ചയായിട്ടും. ജസ്റ്റ് ഊരി വെച്ചിട്ടുള്ളൂ, വേറെ കുഴപ്പങ്ങളും കാര്യമൊന്നുമില്ല. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് വിചാരിക്കുന്നു. നമ്പറൊക്കെയാണ്. ഇത് നല്ല നമ്പറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 8900 നമ്പർ വരുന്നത്. അടുത്തത് 2021 ഡെസ്റ്റിനി. 21 ഡെസ്റ്റിനി. എന്താ എത്ര ഓടി? 30,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. നമുക്ക് 50 രൂപ ചെയ്ത് കൊടുക്കാം. i3 സ്മാർട്ട് ആണ്. i3 സ്മാർട്ട് ടെക്നോളജി. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം മൈലേജും പെർഫോമൻസ് ഒക്കെ വണ്ടിയാണ്. വില നമ്മൾ പറഞ്ഞായിരുന്നോ? 50 രൂപ ചെയ്ത് കൊടുക്കാം. 50,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്തത് ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ 2024 വണ്ടി, 24 മോഡല്. അതെ. എത്ര ഓടി ഉണ്ടാവും? നമുക്ക് ഏകദേശം 10 ജില്ലാൻ ഓടിയിട്ടുള്ളൂ. 11 അടുത്ത് ഓടിയിട്ടുള്ളൂ. 11,010. നമുക്ക് എന്താ വില? 80 രൂപ ചെയ്ത് കൊടുക്കാം ഫൈനൽ. 80,000 പ്രതീക്ഷിക്കുന്ന വില. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളുണ്ടാവും. ഇത് വീണ്ടും ഒരു അവനസ് ഇരിക്കുന്നുണ്ട്. 2024 മോഡല്, 24 മോഡല്, 10,000 കിലോമീറ്റർ വണ്ടി. നമുക്ക് ഒരു 90 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം.
90,000 രൂപയുള്ള വരുന്നത്. പുതിയ വണ്ടി ഏകദേശം 1.4 മേലെ വരുന്നുണ്ട്. പുതിയ സ്കൂട്ടേഴ്സിനെല്ലാം ഒരു 1.10 1.20 മേലെ വരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നിങ്ങൾ 2024 തന്നെയാണ് നമുക്ക് ഏകദേശം പ്രൈസ്. 75-74 നമ്പർ വരുന്നുണ്ട്. യമഹ റൈസ്ഡ് ആർ. അതെ, ഏതാ മോഡൽ? 2020 വണ്ടിയാണ്. നമുക്ക് 55 രൂപ കൊടുക്കാം. 55,000 രൂപ സിംഗിൾ ഓണർഷിപ്പ്. നല്ല കിടലാൻ വണ്ടി ഇരിക്കുന്നുണ്ട്. ഡിയോയുടെ കേസ് പറയുകയാണെങ്കിൽ ഡിയോ 2023 നമുക്ക് ഏകദേശം 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്കൊരു 73 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 73,000 രൂപയുടെ ഡിയോയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം 5-10 ഇടയിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇടയിൽ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ്. നിങ്ങൾക്ക് ട്രാക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൂപ്പർ കാറ്റഗറി ആയി. മിനിമം എത്ര വേണ്ടി വരും സിബിൽ? ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് ഏകദേശം 1% ഓൾറെഡി ഇൻഡിഷൻ കിട്ടും. നമുക്ക് മിനിമം എത്ര വേണ്ടി വരും സിബില്? സിബില് നമുക്ക് ഏകദേശം 7ഓളം ഫിനാൻസ് നമ്മൾ നിലവിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിബിൽ ഇല്ലാത്തവർക്കും സിബിൽ പൊട്ടിയവർക്കും ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 1 to 2% നമുക്ക് 650 ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമില്ല. 650 എബോവ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രാക്ക് ഒക്കെ ക്ലിയർ ആണെന്നാണെങ്കിൽ നോർമലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. 750 എബോവ് ആണെങ്കിൽ സൂപ്പർ ട്രാക്ക് ആയി. നമുക്ക് ഏകദേശം നോർമലി ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യുന്നതിനേക്കാൾ 1 to 2% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത വണ്ടി 2022 റൈസ്ഡ് ആർ ആണ്. നമുക്ക് ഏകദേശം 73 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 73,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ വീണ്ടും ഒരു ഡിയോ ഇരിക്കുന്നുണ്ട്. ഡിയോ അത്യാവശ്യം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്. ഡിയോ 2021 വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 60 രൂപ കൊടുക്കാം. 60,000 രൂപ കൊടുക്കുക. ഏകദേശം 40,000 കിലോമീറ്റർ ആണ്. ഇത് കൊള്ളാലോ. എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഒരു വൈസർ 18 വണ്ടിയാണ്. 18 മോഡല് ഡിയോ. 18 മോഡല്. അതെ, എന്ത് വില വരും? ഒരു 40 രൂപ ചെയ്ത് കൊടുക്കാം. 40,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്ത് ഫിനാൻസ് വരൂലേ? ഫിനാൻസ് വരും തീർച്ചയായിട്ടും. നമുക്ക് 16-17 മുതൽ 2012 തൊട്ട് ചെയ്ത് കൊടുക്കാം. 12 തൊട്ട് ചെയ്യാം. അങ്ങനെ നമുക്കുണ്ട്. 2012 മുതൽ നമുക്ക് ഫിനാൻസ് കിട്ടും. ഓൾ കേരള ചെയ്യാൻ പറ്റുമോ? ഓൾ കേരള ഉറപ്പ് പറയുന്നില്ല. നമുക്ക് എന്തായാലും ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ചെയ്യാം. ഈ 12 മോഡൽ 2012 അല്ലാത്തത് എങ്ങനെയാ? അല്ലാത്ത ഓൾ കേരള ചെയ്ത് കൊടുക്കാം. ഓൾ കേരള ഫ്രീ ഇത് ഡെലിവറിയും ചെയ്ത് കൊടുക്കാം. ഡെലിവറി ചെറിയ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഓൾ കേരള ഫ്രീ ഡെലിവറി ഉണ്ടോ? ഓണം ഓഫർ ആയിട്ട് ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട്. ഓക്കെ, അടുത്തത് ഈ 3 സ്കൂട്ടറും കഴിഞ്ഞിട്ട് നമുക്ക് ബൈക്കിലേക്ക് കിടക്കാം. മോഡല് നമുക്ക് ഡെസ്റ്റിനി 2023 വണ്ടി. എക്സ്ട്രാക്ക് 23 എത്ര ഓടി ഉണ്ടാവും? ഏകദേശം ഒരു നോക്കാം. സാറേ കിലോമീറ്റർ വിചാരിക്കുന്നു. ഏകദേശം 18,000 കിലോമീറ്റർ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. വില എത്ര വരുന്ന? നമുക്കൊരു 73 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഫൈനൽ 73,000 ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എക്സ്റ്റെക് ആണ് 125 ഹൈബ്രിഡ്. അടുത്തത് ആക്ടിവ 2022 മോഡല്. ഏകദേശം ഒരു 8,500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പക്ഷേ എന്താണ് അതിനുള്ളൊരു ബോഡി ക്വാളിറ്റി വണ്ടിക്ക് ഇല്ല എന്നിരിക്കെ നമുക്കൊരു 68 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2022 വണ്ടിയാണ്. 68 രൂപ കേട്ടോ. അടുത്തത് ജൂപ്പിറ്റർ 125 ഇരിക്കുന്നുണ്ട്. 2023 125 ആണ്. ഹൈബ്രിഡ് ആണ്. ഹൈ ക്വാളിറ്റി ആണ്. ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്കൊരു 80 രൂപ ചെയ്ത് കൊടുക്കാം. ഫൈൻ 80,000 കൊടുക്കാം. ക്വാളിറ്റി വണ്ടിയാണ്. പുതിയ കുഴപ്പമില്ല. ടയർ എല്ലാം പുതിയതാണ്. പുതിയതാണ്. ഫ്രണ്ടും ബാക്കും പുതിയതാണ്. സംഭവം കിടക്കണ്ടേ? അതെ. അപ്പൊ നമുക്ക് ഈ ഒരു ഡ്യൂക്കിന്റെ സെക്ഷനിലേക്ക് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. അപ്പൊ അങ്ങോട്ട് തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഫസ്റ്റ് ഒരു P150 ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? P150 2022 വണ്ടി. 22 മോഡല്. എത്ര ഓടിയിട്ടുണ്ട്? ഏകദേശം ഒരു 16,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മുടെ വില നമുക്കൊരു 80 രൂപ ചെയ്ത് കൊടുക്കാം. 80,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതിന് ഫിനാൻസ് കിട്ടുന്നതാണ്. എത്ര വരെ ഏകദേശം? നമുക്ക് ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ ഗായ്സ്, പതിവ് പോലെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ഡെലിവറി വന്നിട്ടുണ്ട് ഈ ഷോപ്പില്. അപ്പൊ ഡീസൽ മോട്ടോഴ്സിലെ ഡെലിവറിക്ക് വന്നേക്കുന്നത് ഒരു ആരാണ്? ഇതല്ലേ ആള്? വിജയ് ഭായ് ആണല്ലേ? സ്ഥലം എവിടെ? പ്ലേസ് കിധർ ഹേ? യുപി. മലയാളം യുപി. ഇവിടെ എവിടെ വർക്ക് ചെയ്യണത്? ഇവിടെ നമ്മൾ മൊത്തം കേരള തന്നെ വർക്ക് ചെയ്യുന്നത്. ഓൾ കേരള വർക്കാണോ? ഇതർ എന്ത് വർക്കാ? ഗ്ലാസ് വർക്കാണ്. ഗ്ലാസ് വർക്കാണ്. അതെ. എവിടെ ഇപ്പൊ സ്ഥലം? കാക്കനാടോ? ഇപ്പൊ കാക്കനാട് തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾ കേരള ഗ്ലാസ് വർക്കാണ്. ഓൾ കേരള ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യ. അതെ. അപ്പൊ എത്ര നാളായി ഇവിടെ? ഇവിടെ 18 വർഷമായി. അതുകൊണ്ട് മലയാളമൊക്കെ അറിയാം. അതെ, അത്യാവശ്യം അറിയാലോ. അപ്പൊ വണ്ടി എടുത്തത് പ്ലാറ്റിന. അതെ. എങ്ങനെ എത്തിപ്പെട്ട ഇവിടെ? ഇവിടെ എത്തിയാ നമ്മുടെ ഒരു ആളിന്റെ പരിചയപ്പെടുത്തിയ വന്ന. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മിസ്റ്റർ അജാസിന്റെ ഡീലിംഗ്? നല്ലായിരുന്നു. നല്ല ഇഷ്ടവും കിട്ടിയില്ലേ? ആണോ? തീർച്ചയായിട്ടും. ഡിസ്കൗണ്ട് ഒക്കെ തന്നാ? തന്നെ നല്ല ഡിസ്കൗണ്ട് തന്നെ. നല്ല ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് അവന് കൊടുത്തിട്ടുണ്ട്. ആണോ? അപ്പൊ ഈ കാണുന്നവരോട് എന്താ പറയാനുള്ളത്? കാരണം വേറെ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. നല്ല സർവീസ് തന്നെ. നല്ല ആളാണ്. വേറെ എന്താ വേണം? അപ്പൊ നിങ്ങളും വന്നെടുക്കണം.
അതെ എപ്പോഴും തന്നെ വന്ന വണ്ടി ഇവിടെ തന്നെ എടുക്കണം. അപ്പൊ ബായിയുടെ പേര് വയ്ക്കാൻ മറന്നുപോയി. എന്റെ പേര് വിജയ്. വിജയ് ബായ് ആണ്. ഹാപ്പി ജേണി, കൺഗ്രാചുലേഷൻസ്. ഓക്കെ, കൂടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, പേര് ഹനുമാൻ. രണ്ടുപേരും കൂടെ വന്നേക്കണത്. അപ്പൊ ഹനുമാനും വിജയ് ബായ്ക്കും കൺഗ്രാചുലേഷൻസ്. ബൈ ബൈ. ഓക്കെ, അടുത്തത് ഷോർട്ട് ഗൺ അല്ലേ? ഷോർട്ട് ഗൺ 2024 2000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. എന്ത് വില കൊടുക്കും? ഒരു 4,10 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 4,10, 4,10,000. 5 വർഷത്തെ വാറന്റി, എക്സ്ട്രാ RS, അതേപോലെ തന്നെ സർവീസ് പാക്കേജ്, ഡിമിനിഷിംഗ് ആയിട്ടുള്ള ഒരു പാക്കേജും ഈ വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി ഷോറൂം കണ്ടീഷനുള്ള വണ്ടി. ഓക്കെ, അടുത്തത് ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെയ്തിറക്കി കൊടുക്കാം നമുക്ക്. ട്രയംഫിന്റെ ഏതായിരിക്കണത്? ട്രയംഫിന്റെ സ്ക്രാമ്പ് ആണ് 400X. 3000 കിലോമീറ്റർ മാത്രം ഓടിയ 2024 വണ്ടി. 3000 കിലോമീറ്റർ 2022 സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ഏകദേശം ഒരു 3,10,000 രൂപ. 3,10,000 രൂപ. ഇതിന് എന്ത് വില വരുന്നുണ്ട്? ഏകദേശം ഒരു 4 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട്. അപ്പൊ ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 60-70 രൂപ ഗ്യാപ്പിൽ ചെയ്തു കൊടുക്കും. 60-70 രൂപ ഗ്യാപ്പിൽ വരുന്നതാണ്. അടുത്ത ഡ്യൂക്ക് ഏതാ? ഡ്യൂക്ക് വരുന്നത് നമുക്ക് 390 ആണ്. 2023 ആണ്. 2023 390. നമുക്കൊരു ഓഫർ റേറ്റില് ഓണമല്ലേ, ഓണം ഓഫർ ഒരു 2.5 രൂപ കൊടുക്കും. 2 രൂപ ഓണം അല്ല, 2 രൂപ ഓണം ഓഫർ കിട്ടില്ല. കേരളത്തിലാണോ? ഗ്യാരണ്ടി, കേരളത്തിൽ എവിടെയും കിട്ടില്ല. 2.5 രൂപക്ക് 2023 സിംഗിൾ ഓണർ. അപ്പൊ കേരളത്തിൽ എവിടെയും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി, 2 പുതിയ ടയർ. ക്വാളിറ്റി ചിലപ്പോ ക്വാളിറ്റി കുറഞ്ഞ വണ്ടി ക്വാളിറ്റി കുറച്ചിട്ട് നമ്മൾ റേറ്റ് കുറക്കാം. ക്വാളിറ്റി കുറഞ്ഞ വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത വണ്ടി. സിംഗിൾ ആണോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ. എത്ര ഡൗൺ പേയ്മെന്റ്? ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 25,000 താഴെ ഡൗൺ പേയ്മെന്റ് വേണമെങ്കിൽ ഇറങ്ങി കൊടുക്കും. അപ്പൊ ഈ വണ്ടി എവിടെയെങ്കിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ കമന്റ് ഇട്ടേക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുന്നതാണെങ്കിൽ കമന്റ് ഇട്ടോ, നമുക്ക് നോക്കാലോ. പിന്നെ നമുക്ക് പോവാം. അടുത്തത് ഇത് NS അല്ലേ? NS 200 2024 വണ്ടി. 24 വണ്ടി നമുക്കൊരു 1.55 കൊടുക്കാം. 16,000 കിലോമീറ്റർ. 1.55 ആണ്. 16,000 ഷോറൂം കണ്ടീഷൻ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അടുത്ത ഡ്യൂക്ക് പിന്നെ 2022 200 ആണ്. നമുക്കൊരു 1.55 കൊടുക്കാം. 1,55,000 ആസ്കിംഗ് പ്രൈസ്. എല്ലാവരും ഒരു 1.60-65 കൊടുക്കുന്ന വണ്ടിയാണ്. നമുക്ക് 1.5 പിന്നെ വില കുറവ്. അപ്പൊ അതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഏതിനാണ്? അതിനാണെങ്കിൽ ഒരു 15 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുത്തേക്കാൻ പറ്റുന്നതാണ്. അടുത്ത അപ്പാച്ചി ഏതാ? RTR 164V. 2024 25 രജിസ്ട്രേഷൻ വണ്ടി. 3000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 3000 കിലോമീറ്റർ. അപ്പൊ കിടിലൻ വണ്ടിയാണ്. പുതിയ എടുക്കണ്ട വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും കൊടുക്കും നമ്മള്. നമുക്ക് ഏകദേശം ഒരു 1.20 ഫൈനൽ ചെയ്ത് കൊടുക്കും. 1.20 ഏകദേശം ഒരു 0 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുത്തേക്കാം. 0 ഡൗൺ പേയ്മെന്റ്? ഓ തീർച്ചയായിട്ടും. ഈ വണ്ടി നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. അപ്പൊ നമ്മളിൽ 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്, 5,000 വണ്ടിയുണ്ട്, 10,000 15,000 പറയുകയാണെങ്കിൽ കുറെ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റും. അടുത്തത് NS അല്ലേ? NS 160 ആണ്. 2023 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഏകദേശം ഒരു നിയർ ബൈ 28,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്കൊരു 1 ലക്ഷം രൂപക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 1 ലക്ഷം രൂപക്ക് NS ഇരിക്കുന്നുണ്ട്. അടുത്തത് പൾസർ ഏതത്? പൾസർ 125 ആണ്. 2023 വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 73 രൂപക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 73,000 ആണ് വരുന്നത്. അടുത്ത യൂണിക്കോൺ 2022 യൂണിക്കോൺ 18,000 കിലോമീറ്റർ. നമുക്കൊരു 90 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കും. 90,000 രൂപയാണ് യൂണിക്കോണിന്റെ റേറ്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പൊ ഈ യൂണിക്കോൺ ആണെങ്കിൽ 2010 സിംഗിൾ ഓണർ, റീടെസ്റ്റും കാര്യങ്ങളും റീപെയിന്റും കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത വണ്ടി. നമുക്കൊരു 32 രൂപ ഫൈനൽ കൊടുക്കാം. ഹൈ ക്വാളിറ്റിയിൽ റീസ്റ്റോർ ചെയ്തേക്കണം. നോർമലി അല്ല, ഹൈ ക്വാളിറ്റിയിൽ റീസ്റ്റോർ. അതായത് ഈ ഒരു വണ്ടിയുടെ പോലെ തന്നെ ഈ വണ്ടി ഇരിക്കുന്നുണ്ടോ? അതെ, സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2010 വണ്ടിയാണ്. റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാസ്സായ വണ്ടിയാണ്. അടുത്തത് പാഷൻ 2023 പാഷൻ. നമുക്ക് ഒരു 65 രൂപ കൊടുക്കാം. 60,000 കിലോമീറ്റർ. മൈലേജ് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇത് ഇതായിരുന്നു യൂണിക്കോൺ 160 2017 വണ്ടി. CB യൂണിക്കോൺ 160 ആണ്. 2017 വണ്ടി. ഒരു 37 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 37,000 രൂപ അല്ലേ? അതെ അതെ. അടുത്തത് ഒരു ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. 2021 ഗ്ലാമർ. നമുക്കൊരു 60 രൂപ കൊടുക്കാം. 60,000 രൂപ. 60,000. വെറും 60,000 രൂപയാണ് ഗൈസ് അതിന്റെ റേറ്റ് വരുന്നത്. അടുത്ത CT നമുക്ക് 2022 110X. നമുക്കൊരു 55 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 55. അടുത്തത് CT 2023 CT. നമുക്കൊരു 62 രൂപ ഫൈൽ ചെയ്ത് കൊടുക്കാം. 110X രണ്ട് സെയിം മോഡൽ തന്നെ. ഓക്കെ. അടുത്തത് സൂപ്പർ സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട്. സൂപ്പർ സ്പ്ലെൻഡർ 2021 വണ്ടി. നമുക്കൊരു 60 രൂപ ചെയ്ത്. അടുത്തത് സ്പ്ലെൻഡർ പ്ലസ്. സ്പ്ലെൻഡർ പ്ലസ് നമുക്ക് 2023 വണ്ടി. നമുക്കൊരു 70 രൂപ ചെയ്ത്. 70,000. പുതിയ സ്പ്ലെൻഡർ ആണോ? പഴയ സ്പ്ലെൻഡർ വരാൻ ചാൻസ് ഉണ്ടോ? എൻക്വയറി ഒരുപാടുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് കിട്ടുന്നില്ല വണ്ടി.
220F ആണെങ്കിൽ 2023 കൊണ്ട് ഒരു 1.15 ചെയ്ത് കൊടുക്കാം. 1.15 2023 എത്ര ഡൗൺ പേയ്മെന്റ് വരും? നമുക്ക് ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുത്തേക്കാം. അടുത്തത് NS 2017 വണ്ടി നമുക്കൊരു 40 രൂപ കൊടുക്കാം. ഇത് 160 ആണോ? സിംഗിൾ ഓണർ 160 30,000 സംതിങ് 30 വില എത്രയായിരുന്നു? 40 രൂപ കൊടുക്കാം നമുക്ക്. വെറും 40,000 രൂപ NS 39,000 കിലോമീറ്റർ ഓടി വണ്ടി. സിംഗിൾ വെറും 40,000 രൂപ 40,000 രൂപ കൊടുക്കാം. 39,000 അല്ലേ? ഏതാണ് 39,000 കിലോമീറ്റർ? 39,000 കിലോമീറ്റർ വണ്ടി 40,000 ഓണർ വണ്ടി 40,000 രൂപ കൊടുക്കുക. അടുത്ത വേഷൻ 2023 വേഷൻ 65 രൂപ കൊടുക്കാം. വെറും 65,000 രൂപ. ഫിനാൻസ് കിട്ടുന്നുള്ളൂ. എത്ര ഓടിയിട്ടുണ്ടാവും? 10 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി. ഓക്കെ 10 രൂപ താഴെ കിലോമീറ്റർ എത്ര ഉണ്ടാവും നോക്കണോ? ഏകദേശം 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ആണ്. അടുത്തത് FC ഏതായത്? FC 2019 എന്ത് വില കൊടുക്കാൻ പറ്റും? നമുക്കൊരു 60 രൂപ കൊടുത്തേക്കാം. 60,000 കൊടുക്കാം. തേർഡ് ഓണർഷിപ്പ് ആണല്ലോ ഇത് ഇരിക്കുന്നത്. വണ്ടി വരുമ്പോഴത്തേക്ക് തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ ഇപ്പൊ നമുക്ക് കണ്ടേല് ഒരു കാര്യം ചെയ്യും, തേർഡ് ഓണർഷിപ്പിന് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ? അപ്പൊ ആ ഡിസ്കൗണ്ട് എന്താണ്? ഒരു 3,000 കുറച്ച് കൊടുത്തേക്കാം. 3,000 ഓണർഷിപ്പിന് ഒരു 3,000 കുറച്ച് കൊടുത്തേക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള വണ്ടിയും കൂടുതലും ഫസ്റ്റ് സെക്കൻഡ് ഇരിക്കണല്ലേ? ഫസ്റ്റും സെക്കൻഡും ആണ്. തേർഡ് ഉള്ളത് ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പൊ ഇത്രയും വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് 90% വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടികളാണ്. അപ്പൊ ഇത്രയും വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇന്ന് ഓണം സ്പെഷ്യൽ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഓഫറും ഓണം ഓഫർ ഒന്നുകൂടി പറയട്ടെ. ലക്കി ഡ്രോ ആണ്. അതായത് ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്നവർ നറുക്കെടുത്ത് കിട്ടുന്ന 2 പേർക്കുള്ള ഓഫറാണ്. ഒന്നാം സമ്മാനം 2 പേർക്ക് കുളു മണാലിയിൽ അടിച്ചു പൊളിക്കാം. 2 നൈറ്റും 3 ഡേയും. സെക്കൻഡ് പ്രൈസ് ഗോവ. സെക്കൻഡ് പ്രൈസ് വരുമ്പോൾ ഗോവ പാക്കേജ്, അതും 2 പേർക്ക്. 2 പേർക്കാണ് 2 നൈറ്റ് 3 ഡേ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓഫർ. സ്പെഷ്യൽ ഓഫറാണ്. ഓണം വെക്കേഷൻ കളറായിട്ട് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും തകർക്കാൻ വേണ്ടിയുള്ള ഓഫറാണ്. അപ്പോൾ അത് മാത്രമല്ല എല്ലാ വണ്ടിക്കും ഡിസ്കൗണ്ടും കാര്യങ്ങളുള്ള ഷോറൂമാണ്. അപ്പോൾ D7 മോട്ടോ ഹബാണ് ഇത് ഷോപ്പിന്റെ പേര് വരുന്നത്. എറണാകുളം ജില്ലയിൽ തൃക്കാക്കര ടെമ്പിളിന്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ഓണം ആഘോഷിക്കാനൊക്കെ നെക്സ്റ്റ് വീക്ക് ഓണത്തിന്റെ സമയത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാം. എന്നിട്ട് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി എടുക്കുക. സ്പോർട്ട് ഫിനാൻസ് അവൈലബിൾ ആണ്. സ്പോർട്ട് ഫിനാൻസ് ആണ്. ഏകദേശം ഒരു 1 അവറിനുള്ളിൽ നമുക്ക് അത് ചെയ്ത് എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ നമുക്ക് സ്പോട്ട് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം പറയുന്നു. അപ്പോൾ ഈ ഓഫർ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സെപ്റ്റംബർ 1 തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആണ്. നമുക്ക് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ നറുക്കെടുക്കും. നമുക്ക് അതിനുശേഷം നമുക്ക് വിജയിക്കും. നമുക്ക് ഈ പറഞ്ഞ ഓഫർ ഓക്കെ ലൈവായിട്ട് നമ്മുടെ കാണിക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് D7 മോട്ടോ ഹബ് എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് ചെയ്യുന്നവർക്ക് നമുക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. D7ന്റെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടോളൂ. ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഭാവിയിൽ ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വീഡിയോയിൽ നമുക്കൊരു ഗീവ് അവേ കൊടുക്കാം. ഓ പിന്നെന്താ, ഈ കൂടുതൽ എന്ത് വേണം? അപ്പൊ എല്ലാവരും ഫോളോ നല്ലൊരു വണ്ടി നമുക്ക് ഗീവ് അവേ കൊടുക്കാം. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് കൂടിക്കോളൂ. ആ സമയത്ത് ഫോളോ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അജാസിന്റെ അടുത്ത് നിന്ന് അജാസ് പോവുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ പിരിയാണ്. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞു ബൈ കൊടുത്താലാ. ബൈ.